ഉരുൾപൊട്ടൽ നാടിന്റെ നെഞ്ചു പിളർത്തിയപ്പോഴും വീഴാതെ നിന്ന ഒരു കെട്ടിടമുണ്ട് വെള്ളാർമലയിൽ. വെള്ളാർമല GVHSSന്റെ ഇരുനില കെട്ടിടം. നിരവധി കുടുംബങ്ങൾക്കാണ് ഈ കെട്ടിടം രക്ഷാകവചമായത്. ചെമ്പ്രക്കൊടിമുടിയുടെ താഴ്വാരത്തെ ചെറുപട്ടണം, പച്ചപുതച്ച മലനിരകളും വെള്ളരിമലയിൽ നിന്ന് ഉറവ് പൊട്ടുന്ന ഇരുവന്നിപ്പുഴയും അലങ്കാരമായിരുന്നു വെള്ളാർമലയ്ക്ക്. അപകടത്തിനു മുന്നേയുള്ള വെള്ളാർമല സ്കൂളിന്റെ ദൃശ്യങ്ങൾ ആരെയും കണ്ണീരണിയിക്കും. സ്കൂളും വെള്ളാർമലയും ഇന്ന് ദുരന്തത്തിന്റെ അവശേഷിപ്പുകളാണ്. മുന്നിലുള്ള സകലതിനെയും വിഴുങ്ങിയാണ് മുണ്ടക്കയിൽ നിന്ന് ജലപ്രവാഹം എത്തിയത്. ഇരുവന്നിപ്പുഴ പല വഴിയിൽ കുത്തിയൊലിച്ചു. അപ്പോഴും ഇടറി വീഴാതെ പിടിച്ചുനിന്ന സ്കൂൾ കെട്ടിടം നിരവധി കുടുംബങ്ങൾക്ക് അഭയകേന്ദ്രമായി. മലവെള്ളപ്പാച്ചിൽ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം നിലംപൊത്തി. സ്കൂൾ മുറ്റവും മൈതാനവും നിമിഷങ്ങൾ കൊണ്ട് പുഴയായി മാറി. അവശേഷിച്ച ഇരുനില കെട്ടിടത്തിൽ മുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ വൻമരങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും പാറക്കല്ലുകളും തങ്ങി നിന്നു. നാടിന്റെ അടയാളമായിരുന്ന വെള്ളാർമല സ്കൂൾ ഇപ്പോൾ ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ്. ദുരന്തമുഖത്ത് ഇനി അവശേഷിക്കുന്നത് ഒരു ചോദ്യം മാത്രം. ചൂരൽമലയ്ക്ക് അറിവ് പകർന്ന വെള്ളാർമല GVHSSന് വരും തലമുറയ്ക്ക് വഴികാട്ടിയാകാൻ ഇനി എത്ര നാൾ വേണ്ടിവരും? ന്യൂസ് ഡെസ്ക് 24. ഏറ്റവും ഒടുവിലായി നമുക്ക് മുമ്പിലുള്ള ഔദ്യോഗിക കണക്ക് ഇങ്ങനെയാണ്. 282 മരണം എന്നുള്ളതാണ് അവിടെ നിന്ന് ആ ദുരന്തത്തിൻ്റെ മരണസംഖ്യ എന്നുള്ള നിലയിൽ നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത്. നേരത്തെയൊക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ ബെയിലി പാലം നിർമ്മാണത്തിൻ്റെ നടപടികൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. നാളത്തെ പ്രതീക്ഷ അതിലാണ്. അത് വളരെ വേഗം പൂർത്തിയാക്കാൻ കഴിയട്ടെ. കാലാവസ്ഥ അനുകൂലമായി നിൽക്കട്ടെ. വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ ആ ഞെട്ടലിൽ നിന്ന് ഇതുവരെയും കേരളത്തിന് മുക്തമാകാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും വയനാട്ടിലെ രക്ഷാപ്രവർത്തനം അത് തുടരുകയാണ്. ദിവസങ്ങൾ എടുക്കും ഇനിയും അവിടെ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. സൈന്യവും ഒപ്പം അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും തങ്ങളാൽ കഴിയുന്ന വിധം ഈ രക്ഷാപ്രവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പുഴയിലെ കുത്തൊഴുക്കൊക്കെ വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അതിപ്പോഴും അവിടെ പുരോഗമിക്കുകയാണ്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ആ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി കൂടുതൽ യന്ത്രസാമഗ്രികളെല്ലാം മേഖലകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അവിടെ നിന്ന് കൂടുതൽ ആളുകളെ രക്ഷിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് ഈ മണ്ണ് ചെളിയും അടിഞ്ഞുകൂടിയിടത്തൊക്കെ ഇനിയും ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. കൃത്യമായി എത്ര പേരെ കാണാതായിട്ടുണ്ടെന്നുള്ള വിവരം സ്ഥിരീകരിക്കാറായിട്ടില്ല എങ്കിൽ പോലും അവിടെ ഒരുപാട് പേരുടെ അവരുടെ ഉറ്റവരെയൊക്കെ ഒരുപാട് പേർ ഇപ്പോഴും കാത്തു നിൽപ്പുണ്ട്.